മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കാത്തത് സ്പൗസുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാം. ദാമ്പത്യത്തെ ബാധിക്കുന്ന ചെറിയ തർക്കങ്ങൾ പോലും ഒഴിവാക്കി പരസ്പരം അംഗീകരിക്കാനും സ്നേഹിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സമയത്ത് ജൂൺ മുതൽ ആത്മീയത അതുപോലെ തന്നെ ആത്മീയതയിലൊക്കെ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. ആരോഗ്യരംഗം, നിയമം, അധ്യാപനം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് തടസ്സങ്ങൾ അതിജീവിച്ച് തൊഴിൽ പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയും. ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും നിലവിലെ കടബാധ്യതകൾ കാര്യക്ഷമമായി തീർക്കാനും സാധിക്കും. കുംഭം രാശിക്കാർക്ക് ജൂൺ മാസത്തിന് ശേഷം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, അമിതവണ്ണം, പ്രമേഹം, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. മിതമായ ഭക്ഷണക്രമം പാലിക്കുന്നതും അതുപോലെ തന്നെ രാഹുവിന്റെ സ്വാധീനം കൊണ്ട് മാനസികമായ സമ്മർദ്ദങ്ങളും ഉണ്ടാക്കും. അത് നിത്യപൂജയുള്ള സർപ്പക്ഷേത്രത്തിലൊക്കെ വഴിപാട് നടത്തുന്നത് ഉചിതമാണ്. അതായത് ഉദ്യോഗസ്ഥർക്കൊക്കെ ജൂൺ മാസത്തിന് ശേഷം സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 2-11 ഭാവാധിപതിയായ ഗ്രഹം 6ാം ഭാവത്തിൽ നിന്നുകൊണ്ട് കർമ്മഭാവത്തെ വീക്ഷിക്കുന്നതുകൊണ്ട് തൊഴിൽപരമായ പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഒത്തിരി കോമ്പറ്റീഷനോടെ ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. സർക്കാർ ജോലി, വിദേശത്ത് ഒക്കെ തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ ഉള്ള തൊഴിൽ സാധ്യതകളൊക്കെ നോക്കുന്ന വ്യക്തികൾക്ക് ഈ സമയം ഏറെ അനുകൂലമാണെന്ന് പറയാൻ പറ്റും.